പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ CH സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ കൂടിയ അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്. ഇവിടെ പെരിന്തൽമണ്ണ CH സെൻ്ററിൻ്റെ പ്രവർത്തനം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡൻറ്റിനെ ഈ CH സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു പ്രിയപ്പെട്ടവരെ, പെരിന്തൽമണ്ണ CH സെൻ്റർ ജനുവരി 3-ാം തീയതി അഭിനന്ദനായിട്ടുള്ള പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കുറേ കാലമായി ഇവിടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ CH സെൻ്ററിന് സ്വന്തമായൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി സ്ഥലം തിരയുന്നതിനിടക്കാണ് നമ്മുടെ പുത്തൻകോട്ട് ഫൈസലും അബുബായും ഒക്കെ അടക്കമുള്ള അവരുടെ കുടുംബ സ്വത്തിൽ നിന്ന് ജില്ലാ ആശുപത്രിക്ക് സമീപം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിളിച്ചാൽ നമ്മുടെ അങ്ങാടിയിലേക്ക് കേൾക്കാവുന്ന, ആശുപത്രിയുടെ പരിസരത്ത് നിന്നാൽ വിളി കേൾക്കാവുന്ന രൂപത്തിലുള്ള അത്രയും അകലത്തിലൊരു 10 സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായി നൽകിയതിൽ CH സെൻ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം ജനുവരിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു 4 നില കെട്ടിടം ഇവിടെ സജ്ജമായി കഴിഞ്ഞു. അതിൻ്റെ അവസാന മിനുക്ക് പണികൾ നടന്നാൽ മാത്രം മതി. ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സേവനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ഫ്ലോറിലെയും സൗകര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അവതാരകൻ അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. എന്താണെങ്കിലും ഏറെക്കാലത്ത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, പെരിന്തൽമണ്ണ ഒരു ആശുപത്രികളുടെ നഗരമാണ്. ആ ആശുപത്രികളുടെ നഗരത്തിൽ CH സെൻ്റർ പോലെയുള്ള ആതുര ശുശ്രൂഷ രംഗത്ത് എന്തെങ്കിലും ഒരു സേവനം അർപ്പിക്കുന്ന, കിടയറ്റ രൂപത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്ന മുൻ പാരമ്പര്യമുള്ള ഒരു സംഘടനയുടെ, ഒരു സംവിധാനത്തിൻ്റെ അഭാവം ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടം എന്നുള്ള നിലക്ക് നമ്മൾ CH സെൻ്ററിൻ്റെ പേരിൽ ഒരു ആംബുലൻസ് ഇറക്കിയിരുന്നു. കഴിഞ്ഞ 2-2.5 കൊല്ലമായി വളരെ സൗജന്യം എന്ന് നമ്മൾ പൂർണ്ണമായി പറയുന്നില്ല, പക്ഷേ കുറഞ്ഞ വാടകയ്ക്ക് രോഗികൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി സേവനം നടത്തുവാൻ നമ്മുടെ ആംബുലൻസിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒട്ടേറെ സേവനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നമ്മൾ CH സെൻ്ററിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. ആ സ്വീകാര്യതയുടെ പിൻബലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒരു സ്വന്തമായിട്ടുള്ള കെട്ടിടം ഇവിടെ പണി പൂർത്തിയാക്കി വരുന്നുണ്ട്. ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ പൂർത്തീകരണത്തിനും അതിനുള്ളിൽ നമ്മൾ സജ്ജീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങളുടെ ഒക്കെ എല്ലാത്തിൻ്റെയും കൂടി ഒരു 3 കോടി രൂപയാണ് നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലും നമ്മൾ ഇവിടെ ഒരുക്കാൻ വേണ്ടി പോകുന്ന സൗകര്യങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ട് കാണാം. എന്തായാലും ഇങ്ങനെ ഒരു സൗകര്യം അതായത് CH സെൻ്ററിനെ നമ്മുടെ ആളുകൾക്ക് വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പരിചയപ്പെടുത്താൻ ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ട അഷ്റഫിന് നന്ദി പറയുകയാണ്. ഇതാണ് ഏതാണ്ട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ CH സെൻ്ററിൻ്റെ ബിൽഡിങ്. നമ്മുടെ പുത്തൻകോട്ട് കുടുംബത്തിലെ പ്രിയപ്പെട്ട എമറാഡ് ഫൈസൽ, അതുപോലെ തന്നെ അബുബായ് എന്നൊക്കെ പറയപ്പെടുന്ന സിറ്റിസൺ ഫൈസൽ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫൈസലാണ് ഈ 10 സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായി നൽകിയിട്ടുള്ളത്. അവരുടെ പിതാവിൻ്റെ പേരിൽ അവർ തികച്ചും സൗജന്യമായി ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ആശുപത്രി നഗരമായ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ശുശ്രൂഷ രംഗങ്ങളിലും ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരം ഒരു വലിയ ഒരു മഹത്തായിട്ടുള്ള കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ആ കുടുംബത്തോട് നമ്മുടെ കടപ്പാട് അറിയിക്കുകയാണ്. ഇതിൽ ഏർപ്പെടുത്തിയ സൗകര്യങ്ങളെക്കുറിച്ച് ബഹുമാനീയ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമ്മുടെ ഓപ്പണിംഗ് കയറി വരുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഈ ഭാഗത്ത് നമ്മൾ ഒരു ചെറിയ ഫാർമസി, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ചെറിയ ഒരു ലബോറട്ടറിയും സെറ്റപ്പ് ചെയ്യും. ഭാവിയിൽ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ തുടങ്ങുന്ന പാലിയേറ്റീവ് വിഭാഗത്തിന് അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗികൾക്കും തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്കും ആവശ്യമെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ലാബിൻ്റെയും അതുപോലെ തന്നെ ഫാർമസിയുടെയും സേവനം ലഭ്യമാക്കാവുന്നതാണ്. ഈ ഭാഗത്താണ് നമ്മുടെ ഓഫീസ് സ്റ്റാഫിന് വേണ്ടി നമ്മൾ സ്ഥലം ക്രമീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മുടെ CH സെൻ്ററിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി, അതുപോലെ ദൈനംദിന കാര്യങ്ങളിൽ അതിൻ്റെ ചുമതല കൊടുക്കുന്ന ആൾക്ക് അവരുടെ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം.
ഇതൊരു ചെറിയ ഒരു പ്രയർ റൂമാണ്. ഒരു 10-15 ആളുകൾക്ക് നിസ്കരിക്കാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ സംവിധാനം. ഇവിടെ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഇത്രയും ഡിഫറൻസ്, ഒരു 100 മീറ്ററിൽ ഡിഫറൻസിലാണ് ഇവിടെ ഉള്ളത്. ലിഫ്റ്റിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. 3 ഫ്ലോർ വരെ സൗകര്യം ചെയ്തിട്ടുണ്ട് ലിഫ്റ്റിന്. ലിഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ, അതിൻ്റെ പണിയൊക്കെ ഏകദേശം 75% പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിരിക്കുന്നത് മൃതശരീരങ്ങൾ കുളിപ്പിക്കുന്നതിനും അത് സംസ്കരിച്ച് കൊണ്ടുപോകുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. 2 മയ്യത്തുകൾ ഒരേ സമയത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കും. ദൂര സ്ഥലങ്ങളിൽ നിന്ന് മരിക്കുന്ന ആളുകൾ, ഇവിടെ ആശുപത്രികളിൽ വന്ന് മരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പട്ടണത്തിലെ തന്നെ ഫ്ലാറ്റുകളിൽ നിന്നും അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ മരിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിലതിന് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് കുളിപ്പിച്ച് പിന്നെ അന്ത്യകർമ്മത്തിന് തൊട്ട് മുമ്പുള്ള എല്ലാ ചടങ്ങുകളും കർമ്മങ്ങളും ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകാവുന്നതാണ്. എല്ലാ മതക്കാർക്കും അതിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്താം. ഇതാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ 1ാമത്തെ ഫ്ലോറ്. നേരത്തെ പറഞ്ഞതുപോലെ ലിഫ്റ്റ് സൗകര്യമുണ്ട്. ഈ ഭാഗത്തിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് പാലിയേറ്റീവ് കെയറിനുള്ള ഒരു ബ്ലോക്കായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെ അത്യാസന്ന നിലയിലുള്ള രോഗികൾ, അതുപോലെ തന്നെ ക്യാൻസർ കെയർ ആവശ്യമുള്ള രോഗികൾ, പൂക്കോയത്തങ്ങൾ ഹോസ്പൈസ് എന്ന പേരിൽ പാലിയേറ്റീവിൻ്റെ ആ വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഫ്ലോറ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 10-12 രോഗികളെ ഒരേ സമയം ഇവിടെ കിടത്തി ചികിത്സിക്കാം. അവർക്ക് അന്ത്യ സമയത്തുള്ള ശുശ്രൂഷകളാണെങ്കിൽ അത്, വൈദ്യസഹായമാണെങ്കിൽ അത്, നഴ്സിംഗ് കെയർ ആണെങ്കിൽ അത്, അതല്ല ഇവിടെ വന്ന് നഴ്സിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടറുടെയും ഒക്കെ സഹകരണത്തോടു കൂടി ഈ സോഡിയത്തിൻ്റെ കുറവ്, അതുപോലെ വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വളരെ പ്രായം ചെന്ന ആളുകളുടെ കേസാണ് പറയുന്നത്, അവർക്ക് വേണമെങ്കിൽ 2-3 ദിവസം ഇവിടെ നിന്ന് അവരെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വിടാവുന്ന രൂപത്തിലുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇത്രയും നല്ല സൗകര്യങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12ഓളം രോഗികൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫ്ലോറിൻ്റെ ഈ ഭാഗത്ത് ഡോക്ടർക്കുള്ള ഒരു റൂമുണ്ട്. അതുപോലെ തന്നെ വളരെ അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളെ പ്രത്യേക കെയർ കൊടുത്തുകൊണ്ട് അത്യാഹിത രോഗികൾ വളരെ പിന്നെ മറ്റുള്ള രോഗികൾക്കിടയിൽ നിന്ന് അവരെ മാറ്റി വേണമെങ്കിൽ അവരുടെ അന്ത്യനിമിഷങ്ങളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു ഇരിക്കാനുള്ള സൗകര്യമാണ്. ഇവിടെ നേഴ്സ് സ്റ്റേഷൻ ഇവിടെ ആയിരിക്കും നമ്മൾ ഡ്യൂട്ടിയിലുള്ള ആളുകളെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സീറ്റിംഗ് സംവിധാനം ഈ ഭാഗത്ത് നമ്മൾ പിന്നെ ക്രമീകരിക്കും. ഇതാണ് ബിൽഡിങ്ങിൻ്റെ 2ാമത്തെ നില. ഇവിടെ തുടങ്ങുവാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിസിയോതെറാപ്പി സെൻറ്റർ എന്ന നിലക്കുള്ള ഒരു സൗകര്യമാണ്. അപകടങ്ങൾ മൂലമോ അതല്ലെങ്കിൽ ദീർഘകാലം കിടപ്പിലായതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയുടെ ഭാഗമായിട്ടോ ഫിസിയോതെറാപ്പി നിർദ്ദേശിക്കപ്പെടുന്ന രോഗികൾക്ക് ഒരു കൺസെഷണൽ റേറ്റിൽ, തീർത്തും സൗജന്യമല്ല, പക്ഷേ പുറത്തുള്ളതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഫിസിയോതെറാപ്പി സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ സ്ഥലം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പോകുന്നത്.
ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഫ്ലോറാണ്. ഇവിടെ ചെറിയൊരു കോൺഫറൻസ് ഹാൾ, ഒരു 200-250 ആളുകൾക്ക് സമ്മേളിക്കാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ കോൺഫറൻസ് ഹാളാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഈ കോൺഫറൻസ് ഹാളിലേക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യം, ഇവിടേക്കും ലിഫ്റ്റിൻ്റെ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ CH സെൻ്ററിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് യോഗം ചേരാനുള്ള സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഈ 3rd ഫ്ലോറിൽ, അതായത് ലാസ്റ്റ് ഫ്ലോറിൽ ആണ് നിൽക്കുന്നത്. നല്ല ഒരു അന്തരീക്ഷത്തിൽ മാനേജിംഗ് കമ്മിറ്റി റൂമിനോട് ചേർന്ന് പെരിന്തൽമണ്ണ പട്ടണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ CH സെൻ്റർ ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏതായാലും അതിലേക്ക് സ്ഥലം അനുവദിച്ച ടീമിനെയും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തവരെയൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതൊക്കെ അതിൻ്റെ കാര്യങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കും. ഞാൻ അദ്ദേഹത്തെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് സ്ഥലം അനുവദിച്ചത് പുത്തൻകോട്ട് ഫാമിലിയിലെ പ്രിയപ്പെട്ട ഫൈസലും അബുബായും അവരുടെ കുടുംബവുമാണ്. അവരനുവദിച്ച 10 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഏതാണ്ട് 12,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ 3 നിലകളും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറും ഉൾപ്പെടുന്ന 4 നിലകളിലായിട്ടുള്ള നമ്മുടെ ഈ ഒരു കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. 3-ാം തീയതി വെള്ളിയാഴ്ച, ജനുവരി 3-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ CH സെൻ്ററിന് പെരിന്തൽമണ്ണ പട്ടണത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമർപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ ഈ സെൻ്ററിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ KP മജീദ് സാഹിബാണ്. അഭിനന്ദരായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയും നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവുമായിട്ടുള്ള UDFൻ്റെ കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള നമ്മുടെ പാർലമെൻ്ററി പാർട്ടി നേതാവൊക്കെ ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇതിൻ്റെ രക്ഷാധികാരി. ET മുഹമ്മദ് ബഷീർ സാഹിബ് മറ്റൊരു രക്ഷാധികാരിയാണ്. അതേപോലെ തന്നെ നമ്മുടെ നജീബ് കാന്തപുരം MLA മറ്റൊരു രക്ഷാധികാരിയാണ്. അഭിനന്ദനായിട്ടുള്ള സൂപ്പി സാഹിബ് ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. വിനീതനായ ഞാൻ ജനറൽ സെക്രട്ടറിയും നമ്മുടെ ഖത്തറിലെ വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്, ചൂളൂർ അതുപോലെ തിരുവനന്തപുരം CH സെൻ്ററുകളുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന അഭിനന്ദനായിട്ടുള്ള K മുഹമ്മദ് ഈസ സാഹിബാണ് നമ്മുടെ CH സെൻ്ററിൻ്റെ ട്രഷറർ. മറ്റ് പാലക്കാട് ജില്ലകളിൽ നിന്നും അതുപോലെ നമ്മുടെ മലപ്പുറം, ഈ പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് മറ്റ് ഭാരവാഹികൾ. ഇവരൊക്കെ അടങ്ങുന്ന ഒരു ടീമിൻ്റെ നേതൃത്വത്തിലും അവരുടെ ഉപദേശ നിർദ്ദേശ പ്രകാരവുമാണ് നമ്മൾ CH സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ ഈ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ആളുകൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പ്രവാസികൾ, അതുപോലെ തന്നെ KMCCയുടെ നേതാക്കന്മാർ, അവിടെ നിന്നുള്ള ബിസിനസ് പ്രമുഖർ, അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള സ്ഥലം നൽകിയ പുത്തൻകോട്ട് ഫാമിലി ഉൾപ്പെടെ ഉള്ള ആളുകളൊക്കെ തന്നെ കാര്യമായി നമ്മളെ സഹായിച്ചതുകൊണ്ടാണ് ഏതാണ്ട് 3 കോടി രൂപ ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിനും ഇതിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി നമുക്ക് ചിലവ് വരും. അതിലേക്ക് ഭീമമായിട്ടുള്ള ഒരു സംഖ്യ ഇപ്പോഴും കുറവാണ്. നമുക്ക് അത്രയും പൈസ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ, നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കാതെ തന്നെ നമുക്ക് സൗജന്യമായി സ്ഥലം കിട്ടിയപ്പോൾ അവരുടെ ആ ഒരു ഉദ്ദേശത്തെ നമ്മൾ പിന്നീട് അത് പരീക്ഷിക്കാതെ കടം വാങ്ങിയിട്ടാണ് ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനത്തെ എത്തിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം വേണം. ഇത് നാടിന് സമർപ്പിക്കുമ്പോൾ, നമ്മളിത് നിർമ്മിക്കുമ്പോൾ ഇത് നമ്മുടേതല്ലാതുമാണ്, പാർട്ടിയുടേതാണ്, പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്നതാണ്. ഇത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഈ നാട്ടുകാരുടേതാണ്, പെരിന്തൽമണ്ണക്കാരുടേത് മാത്രമല്ല. പെരിന്തൽമണ്ണയിൽ ആശുപത്രികളുടെ സേവനത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അന്വേഷിച്ച് ആരൊക്കെ വരുന്നുണ്ടോ, അവർ ഏത് മതസ്ഥരാണെങ്കിലും ശരി, ഏത് വിശ്വാസക്കാരാണെങ്കിലും ശരി, ഏത് കൊടിയുടെ പിൻബലത്തിൽ നടക്കുന്ന ആൾക്കാരാണെങ്കിലും, ഏത് ഇസത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും അവർക്കൊക്കെ പെരിന്തൽമണ്ണ CH സെൻ്ററിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് പോലെയുള്ള സഹായ സൗകര്യങ്ങൾ സൗജന്യമായിട്ടുള്ളത് അങ്ങനെ കിട്ടും. അതല്ലാത്തത് കൺസെഷണൽ റേറ്റിൽ നമ്മുടെ തങ്ങന്മാരും അതുപോലെ തന്നെ നേതാക്കന്മാരും ഒക്കെ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള സേവനങ്ങളൊക്കെ വരും കാലങ്ങളിൽ CH സെൻ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങളും മറ്റു നിലക്കുള്ള സഹായങ്ങളും അനിവാര്യമാണ്. അതുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്കിതിൻ്റെ ഉദ്ഘാടന ദിവസങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ CH സെൻ്ററുമായി വിഷയം ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് നമുക്ക് സമർപ്പിക്കാൻ നേതൃത്വം നൽകുകയാണ്. അപ്പോൾ 3 കോടിയുടെ ഒരു പ്രൊജക്റ്റിന് അത്യാവശ്യം ഇനിയും ഒരുപാട് സാമ്പത്തികമായ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിക്കാൻ പോകുന്ന ഈ ഒരു സ്ഥാപനത്തിന് അത് അതിൻ്റേതായ ഒരു ഊർജ്ജസ്വലത കൈവഴിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകർക്കും നാട്ടുകാർക്കും അതിലുപരി എല്ലാവർക്കും പ്രസ്ഥാനത്തിനും ഒരു വലിയൊരു ഉത്തമ മാതൃക കാണിക്കുന്ന ഈ ഒരു സംരംഭത്തിലേക്ക് അകമഴിഞ്ഞുള്ള സഹായ സഹകരണങ്ങൾ KMCCയുടെ പ്രവാസികളുടെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലേക്ക് നിങ്ങളുടെയൊക്കെ സഹായഹസ്തങ്ങൾ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയുടെ ഫോൺ നമ്പർ ഞാൻ അടിയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾ വിളിച്ച് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് വേണ്ട സഹായ സഹകരണങ്ങൾ ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഇത് നമ്മൾ 3-ാം തീയതി ജനുവരി 3-ന് ബഹുമാന്യനായ പാണക്കാടിൻ്റെ പൂമുത്ത് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പായി അതിന് ചെയ്ത് തീർക്കേണ്ട ഒട്ടേറെ വർക്കുകൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങളുടെ അകമഴിഞ്ഞുള്ള പിന്തുണയും സഹായവും അത്യാവശ്യമാണെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് എല്ലാവരും നമ്മുടെ ഈ വീഡിയോ പ്രത്യേകിച്ച് KMCCയുടെയും മറ്റ് പാർട്ടിയുടെയും മറ്റ് തലങ്ങളിലെ വാട്സപ്പ് കൂട്ടായ്മയിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു മഹൽ സംരംഭത്തെ വിജയിപ്പിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ മഹൽ സംരംഭം അള്ളാഹു വൻ വിജയമാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.